ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റീനെ കുറിച്ച് കണ്ടു. അപ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഫോർവേഡ് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുക. ട്രേഡ് നടത്തുക ഫോർവേഡ് ഡിസ്കൗണ്ടിലാണ്. സോ ഇതെന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്? This is applicable for prevention of foreign currency arbitrage. Then if foreign currency does not have a forward discount, or when the forward discount is not large enough to offset the interest rate advantage, arbitrage opportunity is available for domestic investors. അതായത് ഫോറിൻ കറൻസി ഫോർവേഡ് ഡിസ്കൗണ്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോർവേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കവർ ചെയ്യാനുള്ള ഓഫ്സെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇപ്പം ഇൻട്രസ്റ്റ് നമുക്ക് ബെനിഫിറ്റ് കിട്ടാം അല്ലെങ്കിൽ നമുക്ക് ലോസ് വരാം. അപ്പോൾ അത് കവർ ചെയ്യാനുള്ള അത്രയ്ക്ക് അത് ഇല്ലെങ്കിൽ, അത് നോട്ട് ലാർജ് ഇനഫ് ടു കവർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർബിട്രേജ് യൂസ് ചെയ്യുന്നത്, അതായത് കവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കണ്ടിൻജൻസി ഒക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഫോർവേഡ് ഡിസ്കൗണ്ട് നമ്മൾ എടുക്കുന്നു, ഇൻട്രസ്റ്റ് റേറ്റ്, അത് രണ്ടും തമ്മിലുള്ള തമ്മിൽ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ IRP പറയുന്നത്. അപ്പം അത് രണ്ടും ചെയ്യുമ്പം നമുക്ക് ലോസ് വരാൻ ഇൻവെസ്റ്റർ ശ്രമിക്കില്ല, നമുക്ക് പ്രോഫിറ്റിനാണ് ഇൻവെസ്റ്റർ ശ്രമിക്കുക. ആൻഡ് ഈ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അതെന്ത് ചെയ്യണം? ലോസ് കവർ ചെയ്തു പോകണം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കവേർഡ് ആർബിട്രേജ് ഇൻട്രസ്റ്റ്. ആൻഡ് this is arbitrage opportunities available for the domestic investors. So domestic investors can sometimes benefit from the foreign investment എന്നാണ് പറയുന്നത്. Okay, then and when domestic rate exceed foreign interest rate, ഡൊമസ്റ്റിക് റേറ്റ് ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റിനെ കഴിഞ്ഞും കൂടുന്ന സിറ്റുവേഷൻ വരാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഫോർവേഡ് പ്രീമിയമാണ് യൂസ് ചെയ്യുന്നത്. അതാണ് IRP പറയുന്നത്. ആൻഡ് അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ഈ വരുന്ന ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആൻഡ് ഇഫ് ദിസ് ഫോറിൻ കറൻസി ഡസ് നോട്ട് ഹാവ് എ ഫോർവേഡ് പ്രീമിയം, ഓർ വെൻ ദ ഫോർവേഡ് പ്രീമിയം ഈസ് നോട്ട് ലാർജ് ഇനഫ് ടു നള്ളിഫൈ ദ ഡൊമസ്റ്റിക് കൺട്രി അഡ്വാൻറ്റേജ്, ഇൻ്റർനാഷണൽ ഫിനാൻസ് ഓപ്പർച്യൂണിറ്റി വിൽ ബി അവൈലബിൾ ഫോർ ദ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. അപ്പം നമുക്ക് ഈ കിട്ടുന്ന ഫോറിൻ കറൻസി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഫോർവേഡ് പ്രീമിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ആ ഫോർവേഡ് പ്രീമിയം ഷുഡ് ബി ലാർജ് ഇനഫ് ടു കവർ ദ റിസ്ക് ഓർ ലോസ് ദാറ്റ് may be arise when we are investing this foreign exchange. So ഇതിന് വേണ്ടിയിട്ടാണ് ആർബിട്രേജ് ചെയ്യുന്നത്. അപ്പം the foreign investors can gain profit by investing in domestic market. എപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഫോർവേഡ് പ്രീമിയം ഷുഡ് ബി ലാർജ് ഇനഫ് ടു കവർ ദ റിസ്ക്. സോ ദിസ് ഈസ് കോൾഡ് കവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ്. So we can see what is the difference between covered and uncovered interest rate. So covered interest rate എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? covered and uncovered interest rate തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? Interest rate in two countries is nullified by the spot forward currency premium, so that the investor could not earn a arbitrage profit. അപ്പോൾ ഇവിടെ ആർബിട്രേജ് കണ്ടീഷൻ കുഡ് ബി സാറ്റിസ്ഫൈഡ് ത്രൂ ദ യൂസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട് ഇൻ ആൻ അറ്റംപ്റ്റ് ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. അപ്പം ഇവിടെ എന്താണ്? രണ്ട് കൺട്രീസിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്. ആൻഡ് വി ആർ ട്രൈയിങ് ടു നള്ളിഫൈ ദ ലോസ്, നള്ളിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കവർ ചെയ്യുമ്പം നമുക്ക് ലോസ് അവിടെ കവേർഡ് ആണ്, റിസ്ക് ഈസ് കവേർഡ് ആക്ച്വലി, നോട്ട് ലോസ്. ആ ലോസ് വരാനുള്ള risk is actually covered when we are using this covered interest rate parity. And in uncovered ലാണെങ്കിൽ എന്താണ്? നമുക്ക് ആ റിസ്ക് കവർ ചെയ്യുന്നില്ല. അപ്പം റിസ്ക് വന്നില്ലെങ്കിൽ നമുക്ക് it will be a much more beneficial for the investor. Let us see how this covered and uncovered interest rate invest arbitrage is working. For example, Yahoo euro വാങ്ങി, forward discount Yahoo euro വാങ്ങി for 30 days for by locking the exchange rate, and this 30 euros are invested in dollars, after which it may converted the dollar to euro. അതെന്താ? വാങ്ങിയിട്ട് അത് ഡോളർ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. Then at the time of maturity they will convert it into euro. So ഇവിടെ എന്താ സംഭവിച്ചേ?
യാഹൂന് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഇല്ല, ഫ്ലക്ച്വേഷൻ റിസ്ക് ഇല്ല. ദേ കവേർഡ് ദിസ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽ റിസ്ക് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ദ സെയിം കറൻസി ആൻഡ് ദെൻ അവരുടെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പം എന്ത് ചെയ്യും, റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അൺകവേർഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്താ സംഭവിക്കുന്നത്? അപ്രീസിയേഷൻ ഓഫ് എ പെർട്ടിക്കുലർ കറൻസി ഈസ് നള്ളിഫൈഡ് ബൈ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇവിടെ ആർബിട്രേജ് കണ്ടീഷനാണ്. നോൺ ആർബിട്രേജ് കണ്ടീഷൻ ആണെങ്കിൽ യൂസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട് ടു ഹെഡ്ജ് ദ എഗെയിൻസ്റ്റ് ദ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പം അൺകവേർഡ് ആർബിട്രേജ് ആണെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യും, ഫോർവേഡ് കോൺട്രാക്റ്റിലാണ് എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ റിസ്ക് കവർ ചെയ്യുന്നുണ്ട്, പക്ഷേ വി ആർ നോട്ട് യൂസിങ് ദ ആർബിട്രേജിങ് ആക്ടിവിറ്റി. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ് ദ സെയിം ടൈമിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ബട്ട് അൺകവേർഡ് ആണെങ്കിൽ എന്താണ്, ഇവിടെ സെയിം ടൈമിലുള്ളതല്ല, ഫോർവേഡിലാണ് എൻ്റർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ യാഹു, നമ്മൾ നേരത്തെ പറഞ്ഞു, യാഹു ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡോളറിൽ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ചേഞ്ച് ഇറ്റ് ഫോർ യൂറോ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ആഫ്റ്റർ 1 month. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, അൺകവേർഡ് ആണ്. നേരത്തെ എന്താ, കവേർഡിലാണെങ്കിൽ യാഹു ആദ്യം യൂറോ പർച്ചേസ് ചെയ്യുന്നു, യൂറോ അതെന്താണ് അവർ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ദെൻ ദേ ആർ റീകൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു യൂറോ അഗെയിൻ. ദാറ്റ് ഈസ് കവേർഡ്. ആൻഡ് ഹിയർ വെൻ ഇറ്റ് ബിക്കംസ് അൺകവേർഡ്, ദേ ആർ ജസ്റ്റ് ഇൻവെസ്റ്റിംഗ് ഇൻ യൂറോ ഇറ്റ് സെൽഫ് ആൻഡ് ആഫ്റ്റർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ആഫ്റ്റർ 1 month ദേ ആർ കൺവേർട്ടിങ്. ഇറ്റ് ഡസൻറ്റ് ബൈ യൂറോ ഫോർവേഡ് വാങ്ങുന്നില്ല. സോ ദിസ് ഈസ് അൺകവേർഡ്.